3D ഹോം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടിപ്സ് നിങ്ങളൊരു ഇൻറ്റീരിയർ ചെയ്യുന്നവരോ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ചെയ്യുന്നവരോ ആയിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്ലാന് ഒരു 3D ഫയലിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് അതിൽ സ്ട്രക്ചർ ഉണ്ടാക്കണം. ആദ്യത്തെ പടി സ്ട്രക്ചർ ഉണ്ടാക്കുകയാണ്, അതായത് വാള് ക്രിയേറ്റ് ചെയ്യാം. അത് 3 മെത്തേഡിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഒന്ന് ലൈൻ ഉപയോഗിച്ച് ചെയ്യാം, ചിലർ റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് ചെയ്യാം, പിന്നെ മറ്റു ചിലർ ബോക്സ് ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട്. ഇതിൽ മൂന്ന് വ്യത്യസ്ത രീതിയിലൂടെയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ ഏറ്റവും എളുപ്പം, അതായത് ഈസി ആയിട്ട് സ്ട്രക്ചർ അഥവാ വാള് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അതുപയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനൊരു പ്ലാൻ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫയലിൽ പോയിട്ട് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഓട്ടോകാഡ് ഫയൽ, അതായത് 2D ഫയൽ ഞാൻ സെലക്ട് ചെയ്യാണ്. അതിനുവേണ്ടി ഓപ്പൺ കൊടുത്തു. സെൻറ്റിമീറ്റർ ആയാലും മീറ്റർ ആയാലും കുഴപ്പമൊന്നുമില്ല. കിച്ചൺ പ്ലാന് ഞാൻ ഫോൾഡർ ഉണ്ടാക്കി വെച്ചിരുന്നു. ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു പ്ലാൻ വന്നിരിക്കുന്നത് കാണാം. അതായത് ഒരു കിച്ചൻ്റെ പ്ലാനാണ്. ഇതെങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചിരിക്കുന്നത്. അതായത് 3 മെത്തേഡിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നത് ഏതാണെന്ന്. ആദ്യം ഞാൻ ലൈൻ ഉപയോഗിച്ച് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഇത് ടോപ്പ് വ്യൂവിൽ എടുക്കുക. അതിന് ശേഷം നമ്മൾ ലൈൻ ടൂൾ എടുക്കുക. എന്നിട്ട് ആംഗിൾ സ്നാപ്പ് ഓൺ ആക്കുക. എന്നാൽ മാത്രമേ കറക്റ്റ് പോയിന്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇപ്പം സ്ക്രീനിൽ ശ്രദ്ധിക്കട്ടോ, ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. Every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. ഇനി നമുക്ക് പ്ലാൻ ഒന്ന് ഐഡിയ ചെയ്തിട്ടാം. ഇനി ഇത് എക്സ്ട്രൂഡ് ചെയ്യാം. ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യാം. എല്ലാ പ്ലാനും നമ്മൾ വരച്ചത് ഓൾ സെലക്ട് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രൂഡ് കീബോർഡിൽ കൊടുക്കുക. അപ്പോൾ എക്സ്ട്രൂഡ് എന്ന ഓപ്ഷന് മോഡിഫൈ ലിസ്റ്റിൽ വരും. സെലക്ട് ചെയ്യുക. ഈ വാളിൻ്റെ ഹൈറ്റ് കൊടുക്കുക. സെൻറ്റിമീറ്റർ ആണെങ്കിൽ 300 കൊടുക്കുക, മില്ലിമീറ്റർ ആണെങ്കിൽ 1000 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ലൈൻ ഉപയോഗിച്ച് വാള് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to overcome. But try to do what you love when it's said and done. There's so many ways to change your mind. Trust your gut, it can show you what you want. Living life every day, late at night, not okay. All I want, and I pray, all I need are some better days. Yeah, all I need is some better days. Hide ചെയ്ത് വെക്കാം. എക്സ്ട്രൂഡ് ഒരു 1000 കൊടുത്ത്. ഓക്കെ,
നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വാൾ ഉപയോഗിച്ച് ബോക്സ് ഉപയോഗിച്ച് ഒന്ന് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോക്സ് ഉപയോഗിച്ചാണ്. അതാകുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആദ്യം ഒരു ഭാഗത്ത് വാൾ ക്രിയേറ്റ് ചെയ്യുക, കൊടുക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, പെട്ടെന്ന് ആംഗിൾ സ്നാപ്പ് ഓണാക്കി വെക്കണേ ബോക്സ് ചെയ്യുമ്പോൾ. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നത് ബോക്സ് ഉപയോഗിച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാമായിരിക്കും ഏറ്റവും എളുപ്പം. എനിക്ക് അങ്ങനെ ആയിട്ടാണ് തോന്നുന്നത്. അതായത് ബോക്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് വളരെ ഈസി ആയിട്ടാണ് തോന്നുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ അളവിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിന്. ഇത് നേരെ പോയിൻ്റാണ് കാണിച്ചു കൊടുക്കാറ്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ 3 ടൈപ്പിൽ ആദ്യം ചെയ്തു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഈസി ആയത് ഏതാണെന്ന് തിരഞ്ഞെടുത്ത് അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുക. ഇനി അടുത്ത ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ടിപ്സുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.